ഹായ് ഓൾ, ഈ സെക്ഷനിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ലോഗോ ആനിമേഷനെ കുറിച്ചാണ്. സോ ലോഗോ ആനിമേഷൻ്റെ കംപ്ലീറ്റ് ഒരു സെക്ഷനാണ് ഇതിൽ വരുന്നത്. എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പല ടെക്നിക്സുകളും നമ്മൾ എങ്ങനെയാണ് ഏത് ടൈപ്പ് ഓഫ് സൈസിലാണ് ലോഗോ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, പിന്നെ പല ടൈപ്പ് ഓഫ് കാറ്റഗറി ലോഗോ ആനിമേഷൻസ് വരുന്നുണ്ട്. സോ അതെല്ലാമാണ് നമ്മൾ ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആക്ച്വലി വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആനിമേഷൻ ടൈപ്പുകൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ആനിമേഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മോഷൻ ഗ്രാഫിക്സിൻ്റെ നമ്മൾ ആനിമേഷൻസ് ചെയ്യുമ്പോൾ, ലോഗോ ആനിമേഷൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് റൂൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെയാണ് അതും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ലോഗോ ആനിമേഷന് വേണ്ടിയിട്ട് നമ്മുടെ വർക്ക് സ്പേസ് സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചും, പിന്നെ നമുക്ക് ലോഗോ ആനിമേഷൻ ചെയ്യാൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഫയൽസ് ഉണ്ട്. PNG ഫയൽസ് കിട്ടും, വെക്ടർ ഫയൽസ് കിട്ടും, SVG ഫയൽസ് കിട്ടും. സോ ഇമ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പോസിഷൻ സെറ്റിങ്സ്, ഇതിൻ്റെ ഒരു സെറ്റിങ്സിനെ കുറിച്ച് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. എത്ര സെക്കൻഡ് വേണം എന്നുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇതിൽ മെയിൻലി കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മുടെ ലോഗോ ആനിമേഷൻ എന്ന് പറയുന്നത് ഫെയ്ഡ് ഇൻ ആനിമേഷനാണ് ആക്ച്വലി വരുന്നത്. അതായത് ജസ്റ്റ് സിമ്പിൾ ആനിമേഷൻ എങ്ങനെയാണ്, സിമ്പിളായിട്ട് ഫെയ്ഡ് ആയിട്ടുള്ള ആനിമേഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. സെക്കൻഡ് നമുക്ക് മിനിമൽ ആയിട്ടുള്ള ഒരു റിവീലിംഗ് ആണ് വരുന്നത്. മിനിമൽ ഒരു മാസ്കിൻ ടൈപ്പ് റിവീലിംഗ് ആണ്. ആദ്യം സിമ്പിൾ നിന്ന് നമുക്ക് ഹാർഡിലോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബൗൺസ് ആനിമേഷൻസ് ആണ്. സോ ബൗൺസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് ആക്ച്വലി നമ്മുടെ ലോഗോ സ്റ്റോറിയൊക്കെ ടെൽ ചെയ്തിട്ട് എന്താണ് നമ്മുടെ ലോഗോയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ഇതെന്ന് പറയുമ്പോൾ ഇതാണ് എല്ലാ കമ്പനീസും കൂടുതൽ ചൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലോഗോസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഹാൻഡ് ഡ്രോയിങ്, അതുപോലെ തന്നെ ലൈൻ റിവീലിംഗ് ആയിട്ടുള്ള ആനിമേഷനാണ്. അതായത് ജസ്റ്റ് കൈകൊണ്ട് വരക്കുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ആനിമേഷൻസ് ഉണ്ട്. സോ അതാണ് ഇതിൽ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഗ്ലിച്ച് ടൈപ്പ് ഓഫ് ലോഗോ ആനിമേഷൻസ് വരുന്നുണ്ട്. സോ ഇതും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈറ്റ് സ്വീപ്പ് ആനിമേഷനും വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് 3D ടൈപ്പ് ഓഫ് ലോഗോ ആനിമേഷൻ ആണ് വരുന്നത്. സോ ഇത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഒരു ബേസിക് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് 3D ടൈപ്പ് ഓഫ് ലോഗോ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ഇതുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നമ്മൾ ചെറിയ രീതിയിലാണ്, ഒരു ബേസിക് ലെവലാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ലൂപ്പിംഗ് ലോഗോ ആനിമേഷൻസ് വരുന്നുണ്ട്. സോ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലോഗോ ആനിമേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ജസ്റ്റ് ഒരു 5 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതോ അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നതോ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ ആനിമേറ്റ് ചെയ്തെടുക്കാം എന്നതും ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഇത്രയും ലോഗോ ആനിമേഷൻസ് ആണ് ടോട്ടലി നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം.